വിജയ് സംഗീത ദമ്പതികളുടെ ഡിവോഴ്സ് കേസിനെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രണ്ട് വീഡിയോസും ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ ആളുകൾ കാണുകയും ഒത്തിരി പേര് ഈ ഒരു കേസിന്റെ അപ്ഡേറ്റ് എവിടെയാണെന്നുള്ള രീതിയിൽ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു വിജയ് സംഗീത ദമ്പതികളുടെ ഈ ഒരു ഡിവോഴ്സ് കേസിനെ ബന്ധപ്പെട്ടുകൊണ്ട് നെക്സ്റ്റ് ഹിയറിംഗ് ഈ വരുന്ന ജൂൺ 15-ാം തീയതിയാണ് ഇപ്പോൾ കോടതി വെച്ചിരിക്കുന്നത്. ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിലാണ് സംഗീത വിജയ്ക്കെതിരായിട്ട് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡിവോഴ്സ് പെറ്റീഷനിൽ കൃത്യമായിട്ട് വിജയ്ക്കും വിജയുടെ മക്കളായിട്ടുള്ള രണ്ട് കുട്ടികൾക്കും ഈ ഒരു വിജയുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമില്ല എന്നും സംഗീത ആ ഒരു ഫയലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത ഹിയറിംഗ് ചെങ്കൽപ്പേട്ട് ഫാമിലി കോർട്ടിൽ ജൂൺ 15-ാം തീയതിയാണ് വെച്ചിരിക്കുന്നത്. ഇലക്ഷന് മുമ്പായിട്ടാണ് ഈ പറയുന്ന വിജയ്ക്കെതിരായിട്ടുള്ള ഡിവോഴ്സ് പെറ്റീഷൻ സംഗീത ഫയൽ ചെയ്തത്. പക്ഷേ ഈ ഒരു സമയത്ത് ഇലക്ഷന് ശേഷം വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി കൂടിയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് വിജയുടെ ഇമേജിലും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിജയ് അധികം ഫോഴ്സ് ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ല. എന്തുണ്ടെങ്കിൽ തന്നെ ഈ ഒരു കേസിന്റെ അടുത്ത ഹിയറിംഗ് ജൂൺ 15-ാം തീയതി വെച്ചിട്ടുണ്ട്. ആ ഒരു ഹിയറിംഗിൽ തീർച്ചയായിട്ടും വിജയ് സംഗീത ദമ്പതികളുടെ ഡിവോഴ്സ് കൺഫേം ചെയ്യാനായിട്ടാണ് സാധ്യത. ദെൻ ഒഫീഷ്യലി ഡിവോഴ്സ് ആവുന്നത് ഏകദേശം ഒരു ഓഗസ്റ്റ് മാസത്തോടനുബന്ധിച്ചിട്ടായിരിക്കുള്ളൂ. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, ഇവർ രണ്ടുപേരും ആ ഒരു ഡിവോഴ്സിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ഒരുമിച്ച് ജീവിക്കാനായിട്ട് സാധ്യതയുണ്ടോന്ന്. ഒരിക്കലും ഈ ഒരു സമയത്ത് സാധ്യത കാണുന്നില്ല. രണ്ട് വ്യക്തികൾക്കും ഡിവോഴ്സ് ആവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കേസിൽ കോടതിയിൽ കേസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ വരുന്ന 15-ാം തീയതിയുള്ള ഹിയറിംഗിൽ തീർച്ചയായിട്ടും ഒരു കൺഫർമേഷനിലേക്ക് എത്തുന്നതായിരിക്കും. 250 കോടി രൂപ സംഗീതയ്ക്കും രണ്ട് മക്കൾക്കും ജീവനാംശം കൊടുക്കാമെന്നും വിജയ് ഇതിനോടകം സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും 250 കോടി രൂപ സംഗീതയ്ക്കും രണ്ട് മക്കൾക്കും കൊടുത്തിട്ട് വിജയ് ഈ ഒരു ഡിവോഴ്സ് ചെയ്യാനായിട്ടാണ് സാധ്യത കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കേസ് ഇതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള സി ജോസഫ് വിജയുടെ രാഷ്ട്രീയ ഭാവിയിലും TVK എന്ന പാർട്ടിയിലും ഇത് കൃത്യമായിട്ട് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കേസ് അധികം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വിജയ് താല്പര്യപ്പെടില്ല. ഈ വരുന്ന ജൂൺ 15-ാം തീയതിയിലെ നെക്സ്റ്റ് ഹിയറിംഗിൽ തന്നെ ഈ ഒരു കേസിൽ ഫൈനൽ കൺഫർമേഷൻ വിജയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ഒരു തീയതി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രണ്ട് ദമ്പതികളും വിജയും സംഗീതയും തമ്മിൽ ഒഫീഷ്യലി ഡിവോഴ്സ് ആവുന്നതും ആയിരിക്കും. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസിന്റെ വിധി ഇനി ഏകദേശം ഇവർക്ക് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം എന്നാണ് ഒത്തിരി പേര് ആഗ്രഹിക്കുന്നത്. വിജയിനെ സ്നേഹിക്കുന്ന ഭൂരിപക്ഷം ആളുകളും ഈ രണ്ട് വ്യക്തികളും രണ്ട് മക്കൾക്കൊപ്പം ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ്. പക്ഷെ ഈ ഒരു സമയത്ത് അവർക്ക് അതിനോട് യാതൊരു താല്പര്യവുമില്ല. 250 കോടി രൂപ ജീവനാംശമായി കൊടുത്തിട്ട് ഈ ഒരു കേസ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ് വിജയും താല്പര്യപ്പെടുന്നത്. ഈ ഒരു ഡിവോഴ്സ് പെറ്റീഷന്റെ ഭാഗമായിട്ട് ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ സംഗീത കൊടുത്തിരിക്കുന്ന ഫാമിലി ഈ പറയുന്ന ഡിവോഴ്സ് പെറ്റീഷനിലും ഈ പറയുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് മക്കൾക്കും സംഗീതയ്ക്കും വിജയ്ക്കൊപ്പം ജീവിക്കാനായിട്ട് താല്പര്യമില്ല. വിജയ്ക്ക് മറ്റൊരു സ്ത്രീയുമായിട്ട് ഒരു ബന്ധമുണ്ട്. ആ ഒരു ബന്ധം താൻ കണ്ടുപിടിക്കുകയും അത് കണ്ടുപിടിച്ചിട്ട് വിജയിനോട് ചോദിച്ച സമയത്ത് ആ ഒരു ബന്ധം അവസാനിപ്പിക്കാം എന്ന് വിജയ് 2022 പറഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷത്തിന് ശേഷം വീണ്ടും വിജയ്ക്ക് ആ ഒരു ബന്ധമുണ്ടെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായ സാഹചര്യത്തിൽ ഇനി രണ്ട് മക്കൾക്കും സംഗീതയ്ക്കും വിജയ്ക്കൊപ്പം ജീവിക്കാനായിട്ട് താല്പര്യമില്ല എന്നാണ് സംഗീത കൃത്യമായിട്ട് ചെങ്കൽപ്പേട്ട് ഫാമിലി കോർട്ടിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഡിവോഴ്സ് പെറ്റീഷന്റെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് വിജയ് സംഗീത ദമ്പതികൾക്ക് ഇനി ഒന്നിക്കാനായിട്ട് സാധിക്കില്ല. അവർക്ക് അതിനോട് താല്പര്യവുമില്ല. അപ്പോൾ ജൂൺ 15-ാം തീയതി ഹിയറിംഗിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡിവോഴ്സ് കൺഫേം ആവുകയും അടുത്തൊരു ഹിയറിംഗിൽ ഇത് ഈ പറയുന്നത് പോലെ രേഖാപൂർവവും ഈ രണ്ട് ദമ്പതികളും ബന്ധം പിരിയുന്നതുമായിരിക്കും. അപ്പൊ എന്തൊക്കെയാണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാം വിജയ് ഫാൻസിന് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്